രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പെടുത്തത് കൊണ്ട് തന്നെ നോമ്പ് തുറന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഫുഡ് കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുത്തന്ന ഫുഡാണിത്. അപ്പോൾ നാളെ ഉച്ച വരേക്കുള്ളൊരു ഫുഡ് എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി നോമ്പ് തുടങ്ങിയതുകൊണ്ട് ഈ നോമ്പ് അവസാനിക്കുന്നിടം വരെ എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഓരോ സ്ഥലത്തു നിന്ന് എനിക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞത് ബിരിയാണി കൊണ്ടുത്തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു കാര്യമാക്കിയില്ല. തുറന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു, മന്തിയായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മന്തി ലവറാണ്. അതിൻ്റെ കൂടെ ഇവരുണ്ടാക്കിയത് മട്ടൻ മന്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മട്ടൻ വേണ്ട, മട്ടൻ എനിക്കത്ര താല്പര്യമുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് റൈസും അതിൻ്റെ കൂടെ ചിക്കനും ആയിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിശന്നിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, വൈകുന്നേരം ഹെവി ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു വിശപ്പായിരുന്നു. അത് മാത്രമല്ല വല്ലാത്തൊരു ടേസ്റ്റുമായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആസ്വദിച്ചിരുന്നായിരുന്നു കഴിച്ചത്. ഇനി ഒരു മാസത്തേക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്നിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചാലോ എന്ന്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു ഫുഡിന്. ചിക്കൻ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട്, നല്ല ക്രിസ്പി ആയിട്ട്, നല്ല എന്താ പറയുക, നല്ല ഫ്രൈ ആയിട്ടുള്ള ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു മാസത്തേക്ക് എല്ലാവരും നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഈ നോമ്പെടുക്കാതിരിക്കണ്ടല്ലോ. ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ. അപ്പം ഞാനും എടുക്കാമെന്ന് വെച്ചു നോമ്പ്. അപ്പോൾ ഇതാ കേട്ടോ ഫുഡ്. നല്ല നല്ല എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ എനിക്ക് സ്പെഷ്യലായിട്ട് 3 ഈന്തപ്പഴം കൊണ്ടു തന്നു കേട്ടോ. എനിക്ക് ഓൾറെഡി ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കവറൊന്ന് പൊട്ടിച്ചെടുക്കാനാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. ഇത് നല്ല അലിഞ്ഞിരിക്കുന്ന ഈന്തപ്പഴം കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള ഈന്തപ്പഴം കേട്ടോ ഭയങ്കര ഇഷ്ടം. എന്തായാലും ഞാനത് കഴിച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇന്നത്തേക്കുള്ള വയറ് ഫുള്ളായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വലിയ കവർ മേടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ. നല്ല എന്താ പറയുക, വായിലിട്ടപ്പോഴിങ്ങനെ അലിഞ്ഞ് പോകുന്നൊരവസ്ഥയായിരുന്നു. എന്തായാലും ഇന്നത്തെ നോമ്പ് തുറയും എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.